നമ്മുടെ രാജ്യത്തുള്ള മുഴുവൻ വഖഫ് സ്വത്തുക്കളും ഉമീദ് പോർട്ടലിൽ ഇന്ന് അർദ്ധരാത്രിക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു. പക്ഷെ ഒരു ദിവസത്തേക്കും കൂടി അവധി നീട്ടിക്കിട്ടിയിട്ടുണ്ട്. നാളെ രാത്രിയുടെ മുമ്പ് രാജ്യത്തുള്ള മുഴുവൻ വഖഫ് സ്വത്തുക്കളും കേന്ദ്ര സർക്കാരിന്റെ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണമെന്നാണ്. ഇൻ കേസ് ചെയ്തിട്ടില്ലെങ്കിൽ പള്ളിയാണെങ്കിലും വിഷയമില്ല, വഖഫ് സ്വത്തുക്കളാണെങ്കിലും പ്രശ്നമില്ല, അതൊക്കെ തർക്ക ഭൂമിയായി പരിഗണിക്കപ്പെടുമെന്നാണ് പറയപ്പെടുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് ഡിസംബർ 5, നാളെ ഡിസംബർ 6. ഡിസംബർ 6 നമ്മുടെ രാജ്യത്തെ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ദിനമാണ്. ഒന്നാലോചിച്ചു നോക്കൂ നിങ്ങൾ. ബാബരിക്ക് രേഖയില്ലായിരുന്നു, ബാബരി വഖഫ് ഭൂമിയല്ലായിരുന്നു. എല്ലാ രേഖകളുമുണ്ട്. മാത്രമല്ല, സുപ്രീം കോടതി പറഞ്ഞു ബാബരി നിന്ന സ്ഥലത്ത് നേരത്തെ ഒരു ക്ഷേത്രമുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന്. എല്ലാ രേഖകളും ഉണ്ടായിട്ടും, ആധാരമുണ്ടായിട്ടും, അതുപോലെ തന്നെ നികുതി ഷീറ്റുണ്ടായിട്ടും, സുപ്രീം കോടതി പോലും പറഞ്ഞിട്ടും പിന്നെന്തുകൊണ്ട് ബാബരി തകർക്കപ്പെട്ടു എന്നത് ഒരു ചോദ്യമാണ്. നമ്മുടെ രാജ്യത്ത് മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ലല്ലോ ഭൂമിയും വഖഫും ഉള്ളത്. മറ്റു മതവിഭാഗങ്ങൾക്കും അവരുടേതായ സ്വത്തുക്കളും, അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾക്കും മറ്റ് സംഘടനകൾക്കും അവരുടേതായ ധാരാളം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ആസ്തികളും അതുപോലെ തന്നെ സ്വത്തുകളുമുണ്ട്. അതിലേക്കൊന്നും പ്രത്യേകം ടാർഗറ്റ് ചെയ്യാതെ എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങളെയും മുസ്ലിമീങ്ങളുടെ വഖഫ് സ്വത്തുക്കളെയും പ്രത്യേകം ലക്ഷ്യം വെക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ നിഗൂഢമായ അജണ്ടകൾ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നാം ഉണർന്ന് ചിന്തിക്കേണ്ടതുണ്ട്, ഉത്ബോധരാകേണ്ടതുണ്ട്, വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒരു കാര്യം ഉറപ്പെടുത്തുകയാണ്, തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ടും വരാനിരിക്കുകയാണ്. ഇവിടെ മുസ്ലിം എന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്, ചിന്തിക്കാനുണ്ട്. SIR ഫോമുമായി ബന്ധപ്പെട്ട് ഒരു BLO പറയാണ് 400 ചില്ലാനം കോളുകളാണ് എനിക്ക് വന്നത്. ഇത് എങ്ങനെ ഫില്ല് ചെയ്യണം, എവിടെ ഏതൊക്കെ ചേർക്കണം? 400 ചില്ലാനം കോള് ഒരു BLOക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും മുസ്ലിമീങ്ങളാണ് എന്നുള്ളതാണ്. ആ ചോദ്യകർത്താക്കൾ മുഴുവൻ മുസ്ലിമീങ്ങളാണെന്ന് പറയപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ, SIRമായി ബന്ധപ്പെട്ട് മുസ്ലിമീങ്ങൾക്ക് ആശങ്കയുണ്ട്. രാജ്യത്തിന്റെ പൗരത്വം നഷ്ടപ്പെടുമോ എന്ന് മുസ്ലിമീങ്ങൾ പേടിക്കുന്നുണ്ട്, പേടിക്കേണ്ടതുമുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഈ രാജ്യം ഉപേക്ഷിച്ച് മറ്റൊരു രാജ്യത്തേക്ക് പോകേണ്ടി വരുമോ? ഞാൻ സമ്പാദിച്ച എന്റെ സ്വത്തും എന്റെ മറ്റുള്ള വിഭവങ്ങളൊക്കെ ഇവിടെ ഇട്ടേച്ച് മറ്റൊരു രാജ്യത്തേക്ക് പോകേണ്ടി വരുമോ എന്ന ഭയം നമുക്കുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ആരും ഇവിടെ സാക്ഷരരല്ല എന്നും മരണാനന്തര ലോകമുണ്ടെന്നും അവിടെയാണ് നമുക്ക് നമ്മുടെ പൗരത്വം തെളിയിക്കാനുള്ളത് എന്നും എന്തുകൊണ്ട് നാം തിരിച്ചറിയുന്നില്ല? മരണമുണ്ടല്ലോ, മരണമുണ്ടെങ്കിൽ പിന്നെ എന്തിന് നാം SIRനെ ഭയപ്പെടുന്നു? പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു SIR ഫോമുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ, ഞാൻ നിസ്കരിച്ച നിസ്കാരത്തിന്റെ ഷർത്ത്, ഞാൻ നിസ്കരിച്ച നിസ്കാരത്തിന്റെ ഫർള്, ഞാൻ ഒരു മുസ്ലിം എന്ന നിലയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ഇബാദത്ത് എത്രമാത്രം കൃത്യമാണ് എന്നതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് നമുക്ക് ചോദ്യങ്ങളില്ല? എന്തുകൊണ്ട് പണ്ഡിതന്മാരോട് ചോദിക്കുന്നില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്റെ നിസ്കാരം ശരിയാണോ അല്ലയോ ഒരു ഉസ്താദിന്റെ മുമ്പിൽ നിസ്കരിച്ച് കാണിച്ചു കൊടുത്ത്, ഉസ്താദ് എന്റെ ഫാത്തിഹ ശരിയാണോ, എന്റെ റുക്ഊ ശരിയാണോ, എന്റെ സുജൂദ് ശരിയാണോ, എന്തുകൊണ്ട് നമുക്ക് ആശങ്കയില്ല? ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുപാട് അപാകതകളുണ്ട്. നാം വഴിമാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈമാന്റെ വിഷയത്തിൽ നമ്മൾ പിന്നിലാണ്, തഖ്വയുടെ വിഷയത്തിൽ നമ്മൾ പിന്നിലാണ്, ഇഖ്ലാസിന്റെ വിഷയത്തിൽ നമ്മൾ പിന്നിലാണ്. മതപരമായ നിയമങ്ങൾ പറയുമ്പോൾ അതിനെ താറടിക്കാനും അതിനെ കൊഞ്ഞനം കുത്താനും നമ്മൾ പലപ്പോഴും മുന്നിലാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഖുത്ബയിൽ പറഞ്ഞെന്തെന്നറിയോ നിങ്ങൾക്ക്? നമ്മൾ മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങളായ നമുക്ക് ഒരുപാട് കടമകളുണ്ട്, കടപ്പാടുകളുണ്ട്. മുസ്ലിമീങ്ങൾ പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലും കഴിയേണ്ടവരാണ്. പ്രത്യേകം സൂറത്ത് തൗബയിൽ ഒരു വചനം ഇന്നത്തെ ഖുത്ബയിൽ എടുത്തുദ്ധരിക്കുകയുണ്ടായി. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബഅദുഹും ഔലിയാഉ ബഅദ് യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. വിശ്വാസികൾ, അത് മുസ്ലിം സ്ത്രീകളാകട്ടെ മുസ്ലിം പുരുഷന്മാരാകട്ടെ, പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും സൗഹൃദത്തിലും കഴിയേണ്ടവരാണ്. അവർ പരസ്പരം നന്മ കൊണ്ട് ഉപദേശിക്കണം. അതാണ് പോയിന്റ്. യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന
അനിൽ മുൻകർ, പരസ്പരം നന്മ കൊണ്ട് ഉപദേശിക്കുകയും തിന്മ കൊണ്ട് നിരോധിക്കുകയും ചെയ്യണം. ഈ ഉത്തരവാദിത്തം നാം നിർവഹിക്കുന്നുണ്ടോ? ഇത് നമ്മുടെ മേലൊരു ഉത്തരവാദിത്വമാണ്. സകല തിന്മകളും തോന്നിവാസങ്ങളും നമ്മുടെ നാട്ടിലും കുടുംബത്തിലുമൊക്കെ എമ്പാടും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അക്ഷരം ഒരാൾ മിണ്ടുന്നില്ല. ഉപ്പ മൗനം അവലംബിക്കുകയാണ്, ഉമ്മ മൗനം അവലംബിക്കുകയാണ്, നാട്ടുകാർ മൗനം അവലംബിക്കുകയാണ്. തന്റെ കുടുംബത്തിൽ തന്റെ പ്രിയപ്പെട്ട മകളുടെ വിവാഹവേളയിൽ തോന്നിവാസങ്ങൾ നടക്കുമ്പോ പർദ്ദയിട്ടവരുണ്ടവിടെ, ഹിജാബ് ധരിച്ചവരുണ്ടവരെ, അതേ തിന്മകൾക്കെതിരെ മിണ്ടാൻ എന്തുകൊണ്ട് നമ്മൾ തയ്യാറാകുന്നില്ല? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, എവിടെയാണ് മുസ്ലിമീങ്ങൾ അബദ്ധസഞ്ചാരം നടത്തുമ്പോൾ അവരെ പരീക്ഷിക്കപ്പെടുമെന്ന് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലെ കൂട്ടെ പറഞ്ഞിട്ടുണ്ട്. എന്റെ സമുദായം അവസാന കാലത്തേക്ക് അടുക്കുമ്പോൾ ഒഴുക്കുവെള്ളത്തിലെ ചപ്പു ചവറുകളെ പോലെ ഒഴുക്കിനനുസരിച്ച് ഒഴുകുന്നവരായി എന്റെ സമുദായം മാറും പ്രിയപ്പെട്ടവരെ എന്ന് നേരത്തെ തന്നെ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾ മുസ്ലിമീങ്ങൾക്കെതിരെ അവകാശവാദങ്ങൾ ഉന്നയിക്കും. അവരുടെ സ്വത്തുക്കൾ ഞങ്ങളുടേതാണെന്ന് പറയും. അതുപോലെ അവർക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ പഠിച്ചുണ്ടാക്കും. അതേ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ നിന്ന് മുസ്ലിമീങ്ങളോടുള്ള ആ പ്രത്യേകമായ ഭീതിയും ബഹുമാനവും ആദരവും ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ നിന്ന് എടുത്തു കളയുമെന്ന് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചപ്പോൾ സ്വഹാബത്ത് ചോദിക്കുകയാണ്, അങ്ങനെ മുസ്ലിമീങ്ങളെ ശത്രുക്കൾ മുസ്ലിമീങ്ങൾക്ക് ആധിപത്യം പുലർത്തുന്ന ഒരു കാലം വരുമ്പോൾ അന്ന് മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമാണോ നബിയെ, അല്ല ഭൂരിപക്ഷമാണോ? മുത്തനബി പറഞ്ഞു, ഭൂരിപക്ഷമാണ്, മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷമാണ്. പക്ഷേ അവർക്ക് ഒഴുക്ക് വെള്ളത്തിലെ ചണ്ടികളെ പോലെയാണ്. എന്തുകൊണ്ടാണ് അവർക്കത് സംഭവിക്കുന്നത് അറിയോ നിങ്ങൾക്ക്? അതേ ഭൗതിക ലോകത്തോട് അമിതമായ ഭ്രമമാണ്. ഇവിടെ നല്ലവണ്ണം ജീവിക്കണം, ഇവിടെ സ്വത്ത് വേണം, ഇവിടെ അടിപൊളിയാവണം. പലപ്പോഴും മരണം മറക്കുകയാണ്, മരണത്തെ വെറുക്കുകയാണ്, മരണത്തെ വെറുക്കുന്നു, മരണത്തെ വെറുക്കുന്നു. ഭൗതികതയെ അമിതമായി സ്നേഹിക്കുകയും നിയമങ്ങൾ ലംഘിച്ച് ആ ഭൗതികമായ സ്വത്തുക്കളും സുഖസൗകര്യങ്ങളും പിന്നാലെ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ മുസ്ലിമീങ്ങൾ പരീക്ഷിക്കപ്പെടാനുള്ള അടിസ്ഥാനപരമായ കാരണമെന്ന് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, തെറ്റുകൾ തിരുത്തി മുസ്ലിം എന്ന രീതിയിൽ നമ്മുടെ ബാധ്യതകളൊക്കെ നിർവഹിച്ച് മുന്നോട്ട് പോവാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അതേസമയം നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അതേ നമ്മുടെ രാജ്യത്തിന്റെ ഭരണകർത്താക്കന്മാർ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം നിയമങ്ങൾക്കെതിരെ ഒരു പൗരൻ എന്ന നിലയിൽ, ജനാധിപത്യ വിശ്വാസി എന്ന നിലയിൽ രാജ്യത്തിന്റെ ഭരണഘടന മുൻനിർത്തി നമുക്ക് പ്രതിഷേധിക്കാനും പ്രതിരോധിക്കാനുമുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ ഒരിക്കലും മുസ്ലിം മറ്റൊരു മുസ്ലിം കുറ്റപ്പെടുത്താൻ പാടില്ല. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ മുസ്ലിമിനെ എല്ലാ ഹറാമോ ഹലാലാണ് എന്ന തോന്നലുണ്ട്. ഒരിക്കലും ഇല്ല പ്രിയപ്പെട്ട മുഅ്മിനെ, ഒരിക്കലും ഇല്ല. ഒരു മുസ്ലിമെ താറടിക്കാനോ ഇകഴ്ത്താനോ അവന്റെ ഗീബത്ത് പറയാനോ നമീമത്ത് പറയാനോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ മ്യൂസിക്കിന്റെ പാട്ടുകൾ ഉപയോഗിക്കാനോ അതുപോലെ തന്നെ ബാൻഡ് മദ്ദളം പോലെയുള്ള മറ്റുള്ള മ്യൂസിക് ഉപകരണങ്ങൾ ഉപയോഗിക്കാനോ ഇതൊന്നും ഇസ്ലാം അനുവാദം തരുന്നില്ല. രാഷ്ട്രീയത്തിലാണെങ്കിലും മതത്തിലാണെങ്കിലും മുസ്ലിമാണോ നിയമങ്ങൾ പാലിച്ചിട്ട് തന്നെയായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുഅ്മിനായി ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നമ്മുടെ രാജ്യത്തിന്റെ ഭാവി അല്ലാഹു തആല ഭദ്രമാക്കി തരട്ടെ. രാജ്യത്തിന്റെ വഖഫ് സ്വത്തുകൾ, രാജ്യത്തിന്റെ മുഴുവൻ മസ്ജിദുകൾ അല്ലാഹുവിന്റെ കാവലിലാക്കി തരുമാറാവട്ടെ.